Dear students, very good morning all. All are welcome to Business Management new video classroom. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓർഗനൈസേഷന്റെ ഇമ്പോർട്ടൻസും പ്രിൻസിപ്പിൾസുമാണ്. വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ? ഒരു ഓർഗനൈസേഷന് നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓർഗനൈസേഷൻ ഉള്ളത് കൊണ്ട് എന്തെല്ലാം അഡ്വാൻറ്റേജസ് ഒരു യൂണിറ്റിന് ഉണ്ടായിരിക്കും, അതുപോലെ ഏതെല്ലാം പ്രിൻസിപ്പിൾസ് ആണ് ഒരു ഓർഗനൈസേഷൻ ഫോളോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതെല്ലാം പ്രിൻസിപ്പിൾസ് ആണ് അതിനകത്ത് കീപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസേഷൻ? ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസേഷൻ. ഇപ്പോൾ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്താണ്? ഒരുപാട് ഡാറ്റാസ് അല്ലെങ്കിൽ ഐഡിയാസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിറ്റർമിൻ ചെയ്യുന്നു അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യുന്നു. ഡിറ്റർമിൻ ചെയ്തിട്ടുള്ള ഫാക്റ്റിനെ അല്ലെങ്കിൽ ഐഡിയാസിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ആക്ടിവിറ്റീസ് ആക്കിയിട്ട് ആ ആക്ടിവിറ്റീസ് കൺസേൺഡ് ആയിട്ടുള്ള പൊസിഷനിലേക്ക് അല്ലെങ്കിൽ പേഴ്സൺസിലേക്ക് കൈമാറ്റം ചെയ്തു കൊടുക്കുന്നു. അതോടൊപ്പം അവർക്ക് അത് ചെയ്യുന്നതിനുള്ള അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ട്രാൻസ്ഫർ ചെയ്യുന്നു. ദെൻ അതിനെ കോർഡിനേറ്റ് ചെയ്തു പോകും. ഇതാണ് ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ദെൻ അത്തരത്തിലുള്ള ഒരു ഓർഗനൈസേഷന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിന്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഒരു മെറിറ്റ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസേഷനിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജീരിയൽ എഫിഷ്യൻസി. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് administration and managerial efficiency. It facilitates administration and managerial efficiencies. Okay. എന്താണ് ഒരു ഓർഗനൈസേഷന് എങ്ങനെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ അല്ലെങ്കിൽ മാനേജീരിയൽ എഫിഷ്യൻസി ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, നല്ല ഒരു അഡ്മിനിസ്ട്രേഷൻ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നല്ല ഒരു മാനേജീരിയൽ എഫിഷ്യൻസി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ഓർഗനൈസേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. എങ്ങനെയാണ് അത് സാധിക്കുന്നത്? ദെൻ നമ്മൾ പറഞ്ഞു ടോട്ടൽ ആക്ടിവിറ്റീസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്? ഫേമിന്റെ ഒബ്ജക്റ്റീവ്. ഓക്കെ, അപ്പൊ ആ ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ആ യൂണിറ്റിന്റെ ഓവറോൾ ഒബ്ജക്റ്റീവ് എന്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആക്ടിവിറ്റീസ് ഉണ്ടാവുക. ഈ ആക്ടിവിറ്റീസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള അപ്രോപ്രിയേറ്റ് പേഴ്സൺസിന് അല്ലെങ്കിൽ പൊസിഷനിലേക്ക് അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും കൂടെ ഹാൻഡ് ഓവർ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരുപാട് ടോട്ടൽ ആക്ടിവിറ്റീസിനെ ഡിഫറെന്റ് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓരോ ഗ്രൂപ്പിനെ വീണ്ടും സബ് ഡിവിഷൻ നടത്തിക്കൊണ്ട് അതിനെ ക്ലാരിഫൈ ചെയ്തു പോകുന്നു. അതോടൊപ്പം ഓരോ ഡ്യൂട്ടീസും എത്ര പേര് വർക്ക് ചെയ്യണം അല്ലെങ്കിൽ എത്ര പേരെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം, എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം, എന്തായിരിക്കണം അതിന്റെ നേച്ചർ, ഇതൊക്കെ എന്ത് ചെയ്യുന്നു, അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും കൊടുക്കുന്നതോടൊപ്പം ഹാൻഡ് ഓവർ ചെയ്യുന്നു. അതോട് തന്നെ എന്ത് ചെയ്യുന്നു, നല്ല ഒരു വെൽ ഒക്യുപ്പൈഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് ആൾസോ ടു മാനേജീരിയൽ എഫിഷ്യൻസി. അപ്പോൾ എന്ത് ചെയ്യും, മാനേജേഴ്സിന് അവരുടേതായ ഡ്യൂട്ടീസ് വളരെ കൃത്യമായി സമയബന്ധിതമായി തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ഗ്രോത്ത് ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് growth and diversification. ഗ്രോത്ത് ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അതായത് ടോട്ടൽ ആക്ടിവിറ്റീസിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഡിവിഷൻ, ദെൻ സബ് ഡിവിഷൻസ് കൺസേൺഡ് പേഴ്സൺസിന് അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പൊസിഷനിലേക്ക് അല്ലെങ്കിൽ പേഴ്സൺസിലേക്ക് എന്ത് ചെയ്യാണ്, ട്രാൻസ്ഫർ ചെയ്ത് പോവാണ് അല്ലെങ്കിൽ ഹാൻഡ് ഓവർ ചെയ്യാണ്. അതുകൊണ്ട് തന്നെ ഗ്രോത്ത് ഉണ്ടാവുന്നു.
അതായത് ഒരു ഇൻഡിവിജ്വൽ പേഴ്സണിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരാൾ മാത്രം മതി ആ ഫോമിനകത്ത്. പക്ഷെ അതുപോലെയുള്ള ഒരുപാട് ആളുകളെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഓരോ ആളുകളുടെയും കപ്പാസിറ്റി ഫോമിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ഫോമിന് ഗ്രോത്ത് ജനറേറ്റ് ചെയ്യും. ആൻഡ് ആൾസോ ദ ഡൈവേഴ്സിഫിക്കേഷൻ. ഏതൊക്കെ രീതിയിലാണോ ഡെവലപ്മെന്റ് വേണ്ടത്, ഏതൊക്കെ രീതിയിലാണോ ഇന്നോവേഷൻ വേണ്ടത്, ആ ഒരു രീതിയും കൂടിയും അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരം ഉണ്ടാവും ഓർഗനൈസേഷൻ വെൽ സൗണ്ട് ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ടോട്ടൽ ആക്ടിവിറ്റീസിനെ ഡിവൈഡ് ചെയ്യുന്നതോട് തന്നെ ഗ്രോത്ത് ജനറേറ്റ് ചെയ്യുന്നു. ദെൻ അതിന്റെ സബ് ഡിവിഷൻ വരുമ്പോൾ അല്ലെങ്കിൽ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ഹാൻഡ് ഓവർ ചെയ്യുന്നതോട് തന്നെ എന്ത് ചെയ്യുന്നു, ബെറ്റർ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ബെറ്റർ റിസൾട്ടോട് കൂടി തന്നെ മാക്സിമം ഡൈവേഴ്സിഫിക്കേഷൻ അല്ലെങ്കിൽ മാക്സിമം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ മാക്സിമം ക്രിയേറ്റിവിറ്റി അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു, സാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഓർഗനൈസേഷൻ. സോ ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ഗ്രോത്ത് ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ. ഓക്കെ, then third one, it provides scope for training and development. Training and development. Training and development. Okay, അപ്പോൾ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള പേഴ്സൺസിനെ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഡൈവേഴ്സിഫിക്കേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ഗ്രോത്ത് വരുന്ന സമയം സ്വാഭാവികമായും അവർക്ക് എന്ത് വേണ്ടി വരും, പ്രോപ്പർ ട്രെയിനിങ് എടുക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് എന്താണ്, ഓറിയന്റേഷൻ ക്യാമ്പുകളാണ്. ഓറിയന്റേഷൻ ക്യാമ്പ് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നും സെലക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കുന്നു. ആ പ്രോപ്പർ ട്രെയിനിങ്ങോട് കൂടി നല്ല എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷന് ഓരോ ലാബോസിനും അല്ലെങ്കിൽ ഓരോ എംപ്ലോയീസിനും എൻഷുർ ചെയ്യുന്നു. ദെൻ ആ ഒരു ട്രെയിനിങ് കിട്ടിയാൽ തന്നെ ഓട്ടോമാറ്റിക്കലി ഫോമിന്റെ ഡെവലപ്മെന്റ് ഉണ്ടാവും. ദാറ്റ് മീൻസ് എല്ലാ ആളുകളും വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ റിസൾട്ട് ആ ഫോമിനെ സംബന്ധിച്ചിടത്തോളം ബെറ്റർ ആയിരിക്കും. ദാറ്റ് മീൻസ് എന്താണോ അവർ പ്ലാൻ ചെയ്തിട്ടുള്ള അവരുടെ പ്രീ ഡിറ്റർമിൻഡ് ഒബ്ജക്റ്റീവ്, ആ ഒബ്ജക്റ്റീവ് കുറഞ്ഞ മിനിമം ടൈമിനുള്ളിൽ തന്നെ അക്വയർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഏതിലൂടെ, ദെൻ proper training and development. That means it provides scope for proper training and development. അതായത് ഒരു ട്രെയിനിങ്ങിന്റെയും അതുപോലെ അതിന്റെ ഡെവലപ്മെന്റിന്റെയും, അതായത് ട്രെയിനിങ്ങിലൂടെയാണ് എന്തുണ്ടാവുക, ഡെവലപ്മെന്റ് ഉണ്ടാവുക. അതിനെ എന്ത് ചെയ്യുന്നു, സ്കോപ്പ് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യാൻ ചെയ്യുന്നത് ഏത്, ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഡിവിഷൻ, ദെൻ അഗെയിൻ സബ് ഡിവിഷൻ, അതുപോലെ പ്രോപ്പർ പൊസിഷൻ സെലക്ട് ചെയ്യുന്നു, നമ്പർ ഓഫ് ഐഡിയാസ് അല്ലെങ്കിൽ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നു. ഇങ്ങനെ ഒരു ഡിവിഷൻ നടത്തുന്നതോടൊപ്പം ക്രിയേറ്റിവിറ്റി ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ക്രിയേറ്റിവിറ്റി ജനറേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, പ്രോപ്പർ ട്രെയിനിങ് പ്രൊവൈഡ്. സോ എത്ര ആളുകളായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളതും ന്യൂ കമേഴ്സ് ആയിട്ടുള്ളവർക്കും ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങും അതോടൊപ്പം ഡെവലപ്മെന്റിനും ഒരു അവസരം ക്രിയേറ്റ് ചെയ്യുന്നു ഓർഗനൈസേഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഇറ്റ് മേക്സ് ദ യൂസ് ഓഫ് ന്യൂ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്. Use of new technological development. Okay, അപ്പോൾ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് എൻഷുർ ചെയ്യുന്നു. അപ്പോൾ എന്താ ചെയ്യുന്നത്, അതായത് ട്രഡീഷണൽ അപ്രോച്ചിൽ എങ്ങനെയായിരുന്നു ഒരു മാനേജർ മാനേജ് ചെയ്തിരുന്നത്, ആ ഒരു ടെൻഡൻസിയിൽ നിന്നും ടോട്ടലി ചേഞ്ചസ് വരുത്തിക്കൊണ്ട് എന്ത് ചെയ്യാണ്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജീസ് എന്ത് ചെയ്യുന്നു, അഡോപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഒരു ഓർഗനൈസേഷന് ഇന്നത്തെ മോഡേൺ കോൺസെപ്റ്റിൽ ഒരു ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്ത് പോകുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നിക്സ് ഓരോ ഏരിയാസിനും. ദാറ്റ് മീൻസ് പ്രോപ്പർ സെലക്ഷൻ നടത്തുന്നിടത്ത്, ഇപ്പോൾ പ്രോപ്പർ സെലക്ഷൻ നടത്തുന്ന ഇപ്പോൾ ഒരു റിട്ടേൺ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നു, റിട്ടേൺ ടെസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നു, ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി അങ്ങനെ പേഴ്സൺസിനെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്തു. ഈ വരുന്ന ആളുകളൊക്കെ എന്തായിരിക്കും, ഡിഫറെൻറ്റ് കൾച്ചറുള്ള ഡിഫറെൻറ്റ് ഏരിയാസിൽ നിന്നുള്ള ആളുകളായിരിക്കാം. ഓക്കെ, അപ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഫേമിൻ്റെ ആറ്റിറ്റ്യൂഡിലേക്ക് അവരെ മാറ്റിയെടുക്കണം. അതിനെന്ത് വേണം, പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കണം. ഫേമിനെ കുറിച്ചിട്ടുള്ള അഡ്വാൻസ്ഡ് നോളേജ് അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. ഫേമിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ള അവർക്ക് പ്രൊവൈഡ് ചെയ്യണം.
അങ്ങനെ അവർ വർക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അവർ വർക്ക് ചെയ്യുമ്പോൾ മാക്സിമം പ്രോഫിറ്റ് അല്ലെങ്കിൽ മാക്സിമം ഗുഡ് വില്ല് ഫേമിന് ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത്തരത്തിലുള്ള സ്ട്രാറ്റജീസ്, മിനിമം കോസ്റ്റിൽ സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇന്നോവേറ്റീവ് ആയ ടെക്നോളജി യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റബിലിറ്റി ജനറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഗുഡ് വിൽ ജനറേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഇന്നോവേറ്റീവ് ടെക്നോളജി എന്ത് ചെയ്യുന്നു, യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സബ് ഡിവിഷൻ നടത്തുമ്പോൾ ആ ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പിനെ സെലക്ട് ചെയ്യുന്നു. അവരുടെ റിസൾട്ട് ക്യാരി ഫോർവേഡ് ചെയ്യുന്നതിനും സൂപ്പർവൈസ് ചെയ്യുന്നതിനും മറ്റൊരു ഗ്രൂപ്പിനെ സെലക്ട് ചെയ്തു പോകും. ഇങ്ങനെ ഒരുപാട് ഏരിയാസ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ അലോക്കേഷൻ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ സെലക്ഷൻ ഏത് മുഖേന നടക്കുന്നു, ഒരു ഓർഗനൈസേഷൻ മുഖേന സാധിക്കുന്നു. നെക്സ്റ്റ് വൺ, ഇറ്റ് എൻകറേജസ് ഒപ്റ്റിമം യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. Optimum use of human resources. Optimum use of human resources. Optimum use of human resources. That means well coordinated ആയിരിക്കും, then well cooperative ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഓർഗനൈസേഷൻ റൺ ചെയ്തു പോകുന്നത്. അതുകൊണ്ട് തന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്കാണ് നമ്മൾ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുന്നത്, അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഫോമിന് അല്ലെങ്കിൽ ആ യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ എൻഷുർ ചെയ്യുന്നു ഓരോ ആക്ടിവിറ്റീസിലും എൻഗേജ് ആയിരിക്കുന്നത് ആ ഒരു ആക്ടിവിറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകളുടെ കയ്യിലാണ്. സോ അവിടെ സെലക്ട് ചെയ്തിട്ടുള്ള മുഴുവൻ ആളുകളെയും പ്രോപ്പർ ചാനലിലൂടെ അവരെന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്തെടുത്തു, അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുത്തു, അവരെ ഡെവലപ്പ് ചെയ്തെടുത്തു. ഓർഗനൈസേഷൻ്റെ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ്ലി എന്തായാലും ഓർഗനൈസേഷൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിലൂടെ തന്നെ നടത്തിക്കൊണ്ടു പോകും. ഓക്കെ, അത് എന്താണ് ഹെൽപ്പ് ചെയ്യുന്നത്, ഇറ്റ് എൻഷ്യൂർസ് ദ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. അപ്പോൾ അവിടെ ഒരാളെയും എക്സ്ട്രാസ് എന്ന രീതിയിൽ സെലക്ട് ചെയ്യുന്നില്ല. മാക്സിമം ഫോമിന് ആവശ്യമുള്ള ആളുകൾ എത്രയാണോ അത്രയും ആളുകൾ അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ ഡ്യൂട്ടീസ്, അവരുടെ അതോറിറ്റി, അവരുടെ റെസ്പോൺസിബിലിറ്റി അതെന്തുണ്ട്, പ്രോപ്പർ ടൈമിൽ പ്രോപ്പർ പേഴ്സൺസിന് അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ സെലക്റ്റഡ് ആയിട്ടുള്ള മുഴുവൻ ഹ്യൂമൻ റിസോഴ്സസിനെയും അല്ലെങ്കിൽ അവിടുത്തെ ഫിനാൻഷ്യൽ റിസോഴ്സസും മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും, യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ദാറ്റ് മീൻസ് ഒപ്റ്റിമം യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. Okay, the next one, it promotes coordination and communication. Coordination and communication. Coordination and communication. Okay. It promotes coordination and communication. അതായത് നല്ലൊരു പ്രോപ്പർ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് ലൈൻ ഓഫ് ഓർഗനൈസേഷൻ, ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ, ഫങ്ഷണൽ ഓർഗനൈസേഷൻ, ദെൻ ഹയറാർക്കി ലെവൽ, ടോപ്പ് ലെവൽ ടു ലോവർ ലെവൽ, ദെൻ ലോവർ ലെവൽ ടു ടോപ്പ് ലെവൽ. ഓക്കെ, അപ്പോൾ നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ വർക്കിംഗ് ഉണ്ടായിരിക്കും കമ്മ്യൂണിക്കേഷൻ കാര്യത്തിൽ. അതുപോലെ തന്നെ രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് കോഓർഡിനേഷൻ. ഒരു കോഓർഡിനേറ്റഡ് ആക്ടിവിറ്റീസ് ആയിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്, റൺ ചെയ്തു പോകുന്നുണ്ട്. ദാറ്റ് മീൻസ് ഓരോ ആളുകൾക്കും അതിൻ്റെതായിട്ടുള്ള ഡ്യൂട്ടീസ് കൊടുത്തിട്ടുണ്ട്. അവർ തമ്മിൽ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. ആ ഒരു കമ്മ്യൂണിക്കേഷനോട് തന്നെ ഓരോ ആളുകളുടെ മിസ്റ്റേക്കുകളും മറ്റൊരാളുകളെ കൊണ്ട് തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു അവസരം ഇതിനകത്തുണ്ടാകും. ദെൻ ഓർഗനൈസേഷൻ ഹെൽപ്സ് ടു ബ്രിങ് കോഓർഡിനേഷൻ എമംഗ് വാരിയസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓരോ ഡിപ്പാർട്ട്മെന്റും സെപ്പറേറ്റ് ആയിട്ടുള്ള വർക്ക് ആയിരിക്കും. ഓരോ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് ഉണ്ടായിരിക്കും. ദെൻ അതിന് സൂപ്പർവൈസേഴ്സ് ഉണ്ടായിരിക്കും. അവരൊക്കെ എന്ത് ചെയ്യുന്നു, ഇത് കൺട്രോൾ ചെയ്ത് പോകും. ഇറ്റ് ആൾസോ പ്രൊവൈഡ്സ് ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ലെവൽസ്. നമ്മൾ പറഞ്ഞു ഇപ്പോൾ ലൈൻ ഓഫ് ഓർഗനൈസേഷനിൽ ലൈൻ ആൻഡ് സ്റ്റാഫ് കമ്മ്യൂണിക്കേഷൻ ലെവലിൽ ഉണ്ടായിരിക്കാം, ഫങ്ഷണൽ ലെവലിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും, ദെൻ ഫ്രണ്ട്ലി ബേസിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായിരിക്കും, ഫുള്ളി ഒഫീഷ്യൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായിരിക്കും, ടോപ്പ് ലെവൽ ടു ബോട്ടം ലെവൽ ഓർ ബോട്ടം ലെവൽ ടു ടോപ്പ് ലെവൽസ്. ഓക്കെ, ക്ലിയർ അല്ലേ? These are the major importance or advantages of an organization. It facilitates administration and managerial efficiency. Then it facilitates growth and diversification. Then it ensures the training and development or the scope of training and development.
Then the use of new technological development by the development of an organization. Then optimum use of human resources and coordination and communications. Ensure. Okay. Next topic, principles of organization. Principles. What are the basic principles? Principles of organization. Principles of organization. Okay. Then what are the basic principles of organization? Number one, principles of objectives. Objectives. Principles of objectives. Then our enterprise has its own objectives. For individual case എടുക്കാം, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ കേസ് എടുക്കാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ കേസ് എടുക്കാം. ഇവർക്കൊക്കെ എന്തുണ്ടായിരിക്കും? അവരുടേതായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. These objectives are to be well defined. അപ്പം അത് പ്രീ പ്ലാൻഡ് ആയിരിക്കും. എന്താണ് അതിൻ്റെ ഓവറോൾ ഒബ്ജക്റ്റീവ് എന്നുള്ളത്. The structure of an organization should be developed on the basis of its objectives. അപ്പം നമുക്കറിയാം ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പം ലൈൻ സ്ട്രക്ചർ ഉണ്ട്, ലൈൻ ആൻഡ് സ്റ്റാഫ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഉണ്ട്, അതുപോലെ തന്നെ ഫങ്ഷണൽ സ്ട്രക്ചർ ഉണ്ട്. ഇത് ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏതാണ് ഓപ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? അതിൻ്റെ ഒബ്ജക്റ്റീവ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഒബ്ജക്റ്റീവ്സിൻ്റെ വേരിയേഷൻസ് അനുസരിച്ച് കൊണ്ട് ഈ സ്ട്രക്ചറും ഓട്ടോമാറ്റിക്കലി ചേഞ്ചസ് ആവും. ഓക്കെ, ദാറ്റ് ഈസ് objectives. Principles of objectives. Then second one, division of labor. Division of labor. Division of labor. A work should be assigned to a person according to his ability, education, knowledge, courage, then physical appearance, attitude, etc. അപ്പോൾ ഈ ഓരോ ഫാക്ടിനെയും കൺസിഡർ ചെയ്തുകൊണ്ട് ഓരോ ഇൻഡിവിജ്വൽസിനും അവരുടേതായ ഡ്യൂട്ടീസ് എന്ത് ചെയ്യുന്നു? അസൈൻ ചെയ്തു കൊടുക്കുന്നു. അഥവാ അവർക്കുള്ള അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്തു കൊടുക്കും. ഡിവിഷൻ ഓഫ് ലേബർ. Then third one, principle of definition. Principle of definition. Principle of definition. The functions, responsibility, authority and relationship of different departments and individual should be clearly defined. Okay, ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ ടോട്ടൽ വർക്ക്സ് അല്ലെങ്കിൽ അവരുടെ അതോറിറ്റി അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തെല്ലാമാണ് എന്നുള്ളത് എന്ത് ചെയ്യുന്നു? ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ദാറ്റ് മീൻസ് പ്രിൻസിപ്പിൾ ഓഫ് definitions. Then fourth principles, scalar chain. Scalar chain. Scalar chain. The scalar chain എന്ന് പറഞ്ഞാൽ അതോറിറ്റീസും റെസ്പോൺസിബിലിറ്റീസും എന്ത് ചെയ്യുന്നു? ട്രാൻസാക്ട് ചെയ്യുന്നു. എന്തിൻ്റെ ബേസിലാണ്? That means it refers to unbroken line of authority from top level management to lower level. Then subordinates must know who is the supervisor or the superior officer. ഒരു സബോർഡിനേറ്റ്സിന് അറിയാം അയാളിൻ്റെ സൂപ്പർവൈസർ ആരാണ് അല്ലെങ്കിൽ സുപ്പീരിയർ ഓഫീസർ ആരാണ്. ആൻഡ് വൈസ് വേഴ്സ. അതുപോലെ തന്നെ എന്തുണ്ടായിരിക്കും? ഓരോ സൂപ്പർവൈസർക്കും അല്ലെങ്കിൽ സുപ്പീരിയറിനും അറിയാം അവരുടെ സബോർഡിനേറ്റ്സ് ആരാണ് എന്ന്. അപ്പോൾ ടോപ്പ് ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് അൺബ്രോക്കൺ ആയിട്ട് എന്ത് ചെയ്യുന്നു? അതോറിറ്റീസ് ട്രാൻസാക്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ദിസ് വിൽ ഹെൽപ്പ് ടു എസ്റ്റാബ്ലിഷ് എ ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ദാറ്റ് ഈസ് സ്കാലാർ ചെയിൻ. ദ നെക്സ്റ്റ് വൺ, യൂണിറ്റി ഓഫ് കമാൻഡ്. Unity of command. And what is the unity of command? The principle states that an individual should be placed under control only one superior. Okay,
ഒരു സബോർഡിനേറ്റ്സ് ഒരു സുപ്പീരിയറിന്റെ കീഴിൽ മാത്രമേ എനാക്ട് ചെയ്യാൻ പാടുള്ളൂ. ദ ഇൻഡിവിജ്വൽ ഷുഡ് റിസീവ് ഓർഡർ ആൻഡ് ഇൻസ്ട്രക്ഷൻ ഫ്രം ഓൺലി വൺ സുപ്പീരിയർ ആൻഡ് നോട്ട് ഫ്രം സെവറൽ സുപ്പീരിയേഴ്സ്. ഓക്കെ, ഒരേ ടൈമിന് ഒരു സബോർഡിനേറ്റ്സ് ഒരു സുപ്പീരിയറിന്റെ ഭാഗത്തു നിന്ന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓർഡേഴ്സും ഇൻസ്ട്രക്ഷൻസും റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നിൽ കൂടുതൽ സൂപ്പർവൈസേഴ്സിന്റെ അല്ലെങ്കിൽ സുപ്പീരിയേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഓർഡേഴ്സും ഇൻസ്ട്രക്ഷൻസും കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഏതാണ് ആദ്യം കംപ്ലീറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതാണ് പെർഫെക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടത്, ടൈമിന് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഏതാണെന്നുള്ളതിന് ഒരു ഡൗട്ട്സ് ക്രിയേറ്റ് ചെയ്യും ആരുടെ മൈൻഡിൽ, സബോർഡിനേറ്റ്സിന്റെ മൈൻഡിൽ. അതുകൊണ്ട് എന്തായിരിക്കണം, ഒരു സൂപ്പർവൈസർ അല്ലെങ്കിൽ ഒരു സുപ്പീരിയർ അതോറിറ്റി, ദെൻ ഓൺലി വൺ എന്താ പറയുക സബോർഡിനേറ്റ്സ്. ആ ഒരു രീതിയിലായിരിക്കണം കമ്മ്യൂണിക്കേഷൻസ് പാസ് ചെയ്യേണ്ടതും ഓർഡേഴ്സും ഇൻസ്ട്രക്ഷൻസും കൊടുക്കുക. ദാറ്റ് മീൻസ് യൂണിറ്റി ഓഫ് കമാൻഡ്. ദെൻ നെക്സ്റ്റ് വൺ, സ്പാൻ ഓഫ് കൺട്രോൾ. സിക്സ്ത് വൺ, സ്പാൻ ഓഫ് കൺട്രോൾ. എന്താ സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് സ്പാൻ ഓഫ് കൺട്രോൾ? സ്പാൻ ഓഫ് കൺട്രോൾ ഡിറ്റർമിൻസ് ദ നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് എ സുപ്പീരിയർ ക്യാൻ ഇഫക്റ്റീവ്ലി മാനേജ്. ഒരു സുപ്പീരിയർക്ക് എത്ര നമ്പർ ഓഫ് സബോർഡിനേറ്റ്സിനെ ഒരേ ടൈമിൽ ഇഫക്റ്റീവ്ലി മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഷുഡ് ബി സോ ഡൈവേഴ്സിഫൈഡ് ദാറ്റ് ദർ ഈസ് കറക്റ്റ് സ്പാൻ ഓഫ് കൺട്രോൾ. ഓക്കെ, അപ്പോൾ ആ ഒരു സബോർഡിനേറ്റ്സിനെ ഇഫക്റ്റീവ്ലി കൺട്രോൾ ചെയ്യാൻ പറ്റാവുന്ന സബോർഡിനേറ്റ്സിന്റെ വോളിയം ഇഫക്റ്റീവ്ലി കൺട്രോൾ ചെയ്യാൻ പറ്റിയിരിക്കണം. ഓക്കെ, മാക്സിമം 4 or 5 or 2 സബോർഡിനേറ്റ്. ദാറ്റ് മീൻസ് സ്പാൻ ഓഫ് കൺട്രോൾ. ദാറ്റ് മീൻസ് ഒരു സുപ്പീരിയർ ഓഫീസറിന് എത്ര സബോർഡിനേറ്റ്സിനെ ഒരേ ടൈമിൽ ഇഫക്റ്റീവ്ലി കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എന്ത് പറയുന്നത്, സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ഒരു സുപ്പീരിയറിൻ്റെ നിന്ന് അല്ലെങ്കിൽ ഒരു സുപ്പീരിയർ ഒഫീഷ്യൽസിൽ നിന്ന് മാത്രമേ ഒരു സബോർഡിനേറ്റ്സ് ഓർഡേഴ്സും ഇൻസ്ട്രക്ഷൻസും ഒരേ സമയം സ്വീകരിക്കാവൂ. ദാറ്റ് ഈസ് യൂണിറ്റി ഓഫ് കമാൻഡ്. ദെൻ സ്പാൻ ഓഫ് കൺട്രോൾ ഒരു സുപ്പീരിയർ ഓഫീഷ്യൽസിന് എത്രമാത്രം സബോർഡിനേറ്റ്സിനെ ഒരേ ടൈമിൽ ഇഫക്റ്റീവ്ലി മാനേജ് ചെയ്യാൻ പറ്റുന്നുവോ അതുപോലെ ആ ഒരു ഘടകം തന്നെയാണ് യൂണിറ്റി ഓഫ് കമാൻഡും പറയുന്നത്. എന്താ, ഒരു സുപ്പീരിയർ ഒഫീഷ്യല് ഒരു ടൈമിൽ ഒരു സബോർഡിനേറ്റ്സിന് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സബോർഡിനേറ്റ്സ് ഒരു സൂപ്പർവൈസറിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സുപ്പീരിയർ ഒഫീഷ്യൽസിൽ നിന്ന് മാത്രമേ ഇൻസ്ട്രക്ഷൻസും അതുപോലെ ഐഡിയാസും ഇൻഫോർമേഷൻസും ഒക്കെ ഓർഡേഴ്സും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്വീകരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, യൂണിറ്റി ഓഫ് കമാൻഡ് ആൻഡ് സ്പാൻ ഓഫ് കൺട്രോൾ. ദ നെക്സ്റ്റ് വൺ, ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഫ്ലെക്സിബിലിറ്റി അപ്പൊ എന്താവാൻ പാടില്ല, ഒരു ഓർഗനൈസേഷൻ റിജിഡ് ആവാൻ പാടില്ല, ഫ്ലെക്സിബിൾ ആയിരിക്കണം. ദാറ്റ് മീൻസ് ടു മേക്ക് ടു ചേഞ്ച് ഇൻ എനി ടൈം. ദാറ്റ് മീൻസ് ഇപ്പോൾ ഇന്നോവേറ്റീവ് ആയ ഡൈവേഴ്സിഫിക്കേഷൻ വരും, ഡെവലപ്മെന്റ് വരും, ട്രെയിനിങ് കടന്നു വരുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് എന്തുണ്ടാവും, ചേഞ്ചസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ചേഞ്ചസ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫോം എന്തായിരിക്കണം, ഓർഗനൈസേഷൻ ഫ്ലെക്സിബിൾ ആയിരിക്കണം. ദാറ്റ് മീൻസ് ഫ്ലെക്സിബിലിറ്റി. Okay, then unity of direction. 7th, 8th one, unity of direction. 8th one, unity of direction. Unity of direction. What is unity of direction? All departmental goals are to be tuned to achieve common goal. So there should be coordination and all activities of organization to achieve common goal. Okay, unity of direction ഉണ്ടായിരിക്കണം. എല്ലാവരുടെയും മേജർ ഒബ്ജക്റ്റീവ് എന്താണ്, ഫോമിന്റെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ്സിന് ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യുക, ക്യാരി ഫോർവേഡ് ചെയ്ത് കൊടുക്കണം. ദാറ്റ് മീൻസ് ഫോമിന്റെ ഓവറോൾ ഒബ്ജക്റ്റ്. ഓരോ ഡിപ്പാർട്ട്മെന്റും ചെയ്യുന്ന ഡ്യൂട്ടീസ് എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. ഈ എല്ലാ ആക്ടിവിറ്റീസിന്റെയും കോർഡിനേഷനിലൂടെ പറ്റുള്ളൂ എന്ത് ചെയ്യാൻ പറ്റുക, ഫോമിന്റെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ പറ്റും.
അപ്പോൾ എന്ത് ചെയ്യണം, ഒരു പ്രോപ്പർ ഡയറക്ഷൻസ് ഉണ്ടായിരിക്കണം. ദാറ്റ് മീൻസ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. എല്ലാ ആളുകളുടെ മൈൻഡിലും ഈ വസ്തുത എത്തിയിരിക്കണം. ദാറ്റ് മീൻസ് അവർ ഓരോരുത്തരും എൻഗേജ് ആയിരിക്കുന്ന വർക്കിന്റെ വാല്യൂ എത്രമാത്രമുണ്ട്, ആ ഒരു വർക്കിന്റെ റിസൾട്ട് എവിടേക്കാണ് എത്തിച്ചേരുന്നത് എന്നുള്ള ഇൻഫോർമേഷൻ അവർക്ക് കിട്ടണം. അപ്പോൾ എല്ലാവരും ആ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്ന രീതിയിൽ എനാക്ട് ചെയ്യണം. ദാറ്റ് മീൻസ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. Then 9th one, management by exception. Management by exception. Management by exception. എന്താണ് മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ? ടോപ്പ് എക്സിക്യൂട്ടീവ്സ് അല്ലെങ്കിൽ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഫേമിന്റെ റുട്ടീൻ ആയിട്ടുള്ള ഫാക്ടേഴ്സിലൊന്നും ഇൻവോൾവ് ആവുന്നില്ല. അപ്പോൾ മേജർ ആയിട്ടുള്ള ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിലെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ മേജർ ആക്ടിവിറ്റീസ് ഉണ്ടാവും, മൈനർ ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ റുട്ടീൻ നേച്ചറിലുള്ളതൊക്കെ എന്താണ്, മൈനർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊന്നും ടോപ്പ് എക്സിക്യൂട്ടീവ്സ് എന്ത് ചെയ്യുന്നില്ല, ഇൻവോൾവ് ആവുന്നില്ല. ടോപ്പ് എക്സിക്യൂട്ടീവ്സ് മേജർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ഐഡിയാസ് എന്ത് ചെയ്യുന്നു, ലോവർ ലെവലിലേക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ എൻഗേജ്മെന്റ് അല്ലെങ്കിൽ അതിൻ്റെ കംപ്ലീഷന് അല്ലെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്സുകൾ ഇതൊക്കെ ഫോർമുലേറ്റ് ചെയ്യുന്നതും ഇംപ്ലിമെന്റ് ചെയ്യുന്നതും ആരായിരിക്കും, ലോവർ ലെവൽ ആക്ടിവിറ്റീസ് ആയിരിക്കും. ദാറ്റ് മീൻസ് ലോവർ ലെവലിലുള്ള ഒഫീഷ്യൽസോ മാനേജേഴ്സോ ഒക്കെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവും. അതാണ് എന്ത് പറയുന്നത്, മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. ഹിയർ ദ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഈസ് നോട്ട് ഇൻവോൾവിംഗ് റുട്ടീൻ മാറ്റേഴ്സ്. സബോർഡിനേറ്റ്സ് ടേക്ക് ദ ഡിസിഷൻസ് റിലേറ്റഡ് ടു റുട്ടീൻ മാറ്റേഴ്സ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫാക്ടേഴ്സ് ഒക്കെ തീരുമാനിക്കുന്നത് ആരായിരിക്കും, സബോർഡിനേറ്റ്സ് ആയിരിക്കും. ഓക്കെ, ദെൻ 10th one, delegation of authority. Delegation of authority. അതോറിറ്റി എന്ത് ചെയ്യുന്നു, ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതോറിറ്റി ഉള്ള ആൾക്ക് മാത്രമേ അതോറിറ്റി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതോറിറ്റി ഷുഡ് ബി ഡെലിഗേറ്റഡ് ടു ലോവർ ലെവൽസ് ഫോർ ഡൂയിങ് ജോബ്സ് അസൈൻ ടു ദം. ഓരോ ഇൻഡിവിജ്വൽസിനും അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ഡ്യൂട്ടീസ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള അതോറിറ്റീസ് അവർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കും. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് ബാലൻസ്. 11th one, പ്രിൻസിപ്പിൾസ് ഓഫ് ബാലൻസ്. What is principles of balance? എന്താണ് principles of balance? A proper balance should be maintained between various departments. That means ഇപ്പോൾ ഒരു അഡ്വർടൈസിംഗ് ഡിപ്പാർട്ട്മെന്റ്, then മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്, ഇങ്ങനെ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ്. ഓരോ ഡിപ്പാർട്ട്മെന്റും അവരുടേതായ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റീസും ഉണ്ട്. അപ്പൊ അവർ ചെയ്യുന്ന വർക്കിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യണം, ഓരോരുത്തരും അവരുടേതായ വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ഈക്വൽ ബാലൻസ് ക്ലിയർ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് പ്രിൻസിപ്പിൾസ് ഓഫ് ബാലൻസ്. ഓക്കെ, ദെൻ 12th one, സിംപ്ലിസിറ്റി. Simplicity. What is simplicity? The structure of organization should be simple. That means നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ ഡിറ്റർമിൻ ചെയ്യുന്നത് ഒബ്ജക്റ്റീവ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പൊ ഒബ്ജക്റ്റീവ്സിന് എന്താണോ നമ്മൾ അസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് അതിന് പ്രോപ്പർ ആയിട്ടുള്ള, ഇപ്പോൾ ലൈൻ ഓർഗനൈസേഷൻ മതിയെങ്കിൽ ലൈൻ ഓർഗനൈസേഷൻ സെലക്ട് ചെയ്യുക, അല്ല ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ ആണ് സ്യൂട്ടബിൾ എങ്കിൽ സെലക്ട് ചെയ്യുന്നു, ദെൻ ഫങ്ഷണൽ ആണ് വേണ്ടതെങ്കിൽ സെലക്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ളത് ഏതാണോ അത് മാക്സിമം നമ്മൾ ട്രൈ ചെയ്യേണ്ടത് അതിൻ്റെ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് അതിനെ ഡിഫൈൻ ചെയ്ത് പോകാനും സാധിക്കണം. അതായത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള അതിൽ ഇൻവോൾവ് ആകുന്ന മാനേജേഴ്സിൻ്റെയും ലാബേഴ്സിൻ്റെയും അല്ലെങ്കിൽ ഒഫീഷ്യൽസിൻ്റെയും വോളിയത്തിനനുസരിച്ചിട്ടും ഒബ്ജക്റ്റീവിനനുസരിച്ച് കൊണ്ടും അതുപോലെ അതിൻ്റെ കപ്പാസിറ്റി, ഫിനാൻഷ്യൽ കപ്പാസിറ്റിയും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാൻ. അപ്പോൾ സ്ട്രക്ചർ പരമാവധി സിമ്പിൾ മോഡലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ദെൻ 13th one, സ്റ്റെബിലിറ്റി. സ്റ്റെബിലിറ്റി എൻഷുർ ചെയ്യണം. ഓക്കെ, ദെൻ ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഷുഡ് ബി റീസണബിളി സ്റ്റേബിൾ ആയിരിക്കണം. ദാറ്റ് മീൻസ് ഒരു
ഒബ്ജക്റ്റീവ് നമ്മൾ അച്ചീവ് ചെയ്യുന്നുണ്ട്. ഇപ്പം എന്താ പറയുക, ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ് ഉണ്ടാവും, മീഡിയം ടേം ഉണ്ടാവാം, ദെൻ ലോങ് ടേം ഒബ്ജക്റ്റീവ്. അപ്പോൾ ലോങ് ടേം ഒബ്ജക്റ്റീവ് ഒക്കെ അച്ചീവ് ചെയ്യണമെങ്കിൽ കുറച്ച് പീരീഡ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇറ്റ് ഷുഡ് ബി സ്റ്റേബിൾ. ദെൻ അക്കൗണ്ടബിലിറ്റി, 14th one, accountability. Okay, that means ഒരു സൂപ്പർവൈസർ അല്ലെങ്കിൽ ഒരു സുപ്പീരിയർ ഒഫീഷ്യൽ അയാളുടെ ഡ്യൂട്ടീസ് അതുപോലെ റെസ്പോൺസിബിലിറ്റീസ് അയാൾ എന്ത് ചെയ്യുന്നു, ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നു സബോർഡിനേറ്റ്സ്. അപ്പോൾ സബോർഡിനേറ്റ്സിന് അതിന് എത്രമാത്രം റെസ്പോൺസിബിലിറ്റി ഉണ്ടോ അതുപോലെ അക്കൗണ്ടബിലിറ്റി ഉണ്ട് ആർക്ക്, ഈ സൂപ്പർവൈസർക്ക് അല്ലെങ്കിൽ ആരാണോ സുപ്പീരിയർ ഒഫീഷ്യൽസ് ആരാണോ ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തത്. That means the higher authorities are accountable for the acts of their subordinates. ഓരോ സബോർഡിനേറ്റ്സ് ആക്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഓരോ സബോർഡിനേറ്റ്സ് അവരുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും അതിനൊക്കെ പൂർണ്ണ ഉത്തരവാദിത്തം സബോർഡിനേറ്റ്സിന് മാത്രമല്ല, അത് ആരാണോ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുള്ള ഹയർ ഒഫീഷ്യൽ അയാൾക്ക് കൂടി ഉണ്ടായിരിക്കും. Okay, the higher authorities are accountable for the acts of their subordinates. അപ്പോൾ സബോർഡിനേറ്റ്സിന് ഡെലിഗേറ്റ് ചെയ്തിട്ടുണ്ട്, സബോർഡിനേറ്റ്സ് ചെയ്തോളും, അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ സബോർഡിനേറ്റ്സിനെ മാനേജ് ചെയ്ത് പോകുന്നവർ ക്ലിയർ ചെയ്തോളും എന്നുള്ള ആ ഒരു രീതി ഉണ്ടാവരുത്. എന്താണ് ഉണ്ടാവേണ്ടത്, ഓരോ ഹയർ അതോറിറ്റീസിനും അതിൻ്റെതായ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കും. അപ്പോൾ അവരൊക്കെ എന്താണ്, ആൻസറബിൾ ആയിരിക്കണം ഓരോ മിസ്റ്റേക്സും സബോർഡിനേറ്റ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. Okay, these are the major principles of organization. Okay, principles of objectives, then principle of division of labor, principle of definition, scalar chain, unity of command, span of control, flexibility, unity of direction, then management by exception, authority, then balance, simplicity, stability, and accountability. Is it clear? Thank you.